ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അന്നമനടയിൽ LDF അംഗം സിന്ധു ജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. UDFിലെ ടെസി ടൈറ്റസിനെതിരെ 8-നെതിരെ 10 വോട്ടുകൾക്കാണ് സിന്ധു ജയന്റെ വിജയം. താൽക്കാലിക ഷെഡിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനിടെ വീരാൻകുടി ഊരുമൂപ്പന് മർദ്ദനമേറ്റതായി പരാതി. മൂപ്പനെ വനപാലകർ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ ഇടപെട്ട് വനം മന്ത്രി റിപ്പോർട്ട് തേടി. പാർട്ടി നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയ കൊടുങ്ങല്ലൂരിലെ CPI കൗൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല. അഡ്വക്കേറ്റ് VS ദിനൽ, കൗൺസിലർ രവീന്ദ്രൻ നടുമുറി എന്നിവർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനടയിൽ LDF അംഗം സിന്ധു ജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. UDFിലെ ടെസി ടൈറ്റസിനെതിരെ 8-നെതിരെ 10 വോട്ടുകൾക്കാണ് സിന്ധു ജയന്റെ വിജയം. കോൺഗ്രസ് വിമതനായ കൃഷ്ണകുമാർ LDFിന് വോട്ട് ചെയ്തത് വിജയത്തിന് നാന്ദി കുറിച്ചു. UDFും LDFും തുല്യനിലയിലായിരുന്ന പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു LDF പ്രസിഡന്റും UDF വൈസ് പ്രസിഡന്റുമായി ഭരണനിർവഹണം നടത്തി വന്നിരുന്നത്. അതിനിടെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് ടെസിക്കെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ടെസി പുറത്താകുകയുമായിരുന്നു. തുടർന്നാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ LDF പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും സിന്ധു ജയൻ വിജയിക്കുകയുമായിരുന്നു. സബ് രജിസ്ട്രാർ ടോൺസൺ ജോൺ വരണാധികാരിയായിരുന്നു. വിപ്പ് ലംഘിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയ കൃഷ്ണകുമാറിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സീറ്റ് നൽകി വിജയിപ്പിച്ച കൃഷ്ണകുമാർ മറുകണ്ഠം ചാടി LDFിനൊപ്പം കൂടി പാർട്ടിയെ ഒറ്റിക്കൊടുത്തത് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് കോൺഗ്രസ് നേതാവ് KK രവി നമ്പൂതിരി പ്രതികരിച്ചു. ജയിപ്പിച്ച പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് അപ്പുറത്ത് പോയി ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് അത് വിജയാഹ്ലാദം നടത്തുന്നത് യാതൊരു കാര്യമില്ല. മാന്യതയുണ്ടെങ്കിൽ അവിടെ രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിൽ ഈ നില വരില്ല. ഇപ്പോൾ അന്നമനടയിൽ ഒരംഗം പോയതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ ഈ വൈസ് പ്രസിഡന്റ് പുറത്തുപോയത്. മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പോകുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ ടൈം, മാള. താൽക്കാലിക ഷെഡിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനിടെ ഊരുമൂപ്പന് മർദ്ദനമേറ്റതായി പരാതി. മർദ്ദനമേറ്റ അതിരപ്പിള്ളി വീരാൻകുടി കോളനിയിലെ 80 വയസ്സുള്ള ഊരുമൂപ്പൻ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ ആദിവാസി മൂപ്പനെ വനപാലകർ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ ഇടപെട്ട് വനം മന്ത്രി റിപ്പോർട്ട് തേടി. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് 2 വർഷം മുമ്പ് വീരാൻകുടി കോളനിയിലെ 9 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. മഴക്കാലത്ത് ഇവർക്ക് മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ താമസമൊരുക്കുകയും മഴ മാറുന്നതോടെ ഇവിടെ നിന്നും പറഞ്ഞുവിടുകയുമാണ് പതിവ്. ഇവർക്ക് സ്ഥിരതാമസത്തിനായി ഭൂമി നൽകാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. ഇതേ തുടർന്നാണ് ഇവർ ഞണ്ടുചിക്കാൻ പാറയിൽ 2 ആഴ്ച മുമ്പ് ഷെഡ് കെട്ടി താമസം മാറ്റിയത്. ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച സ്ഥലത്തെത്തി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒഴിഞ്ഞു പോകാൻ ഇവർ തയ്യാറായില്ല. ഇത് സംബന്ധിച്ച തർക്കം വാക്കേറ്റത്തിലും ഉന്തും തള്ളിലും കലാശിച്ചു. ഇതിനിടെയാണ് ഊരുമൂപ്പന് മർദ്ദനമേറ്റത്. സംഭവത്തിൽ വനം മന്ത്രി റിപ്പോർട്ട് തേടി. ആരോപണത്തിൽ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മന്ത്രി നിർദ്ദേശം നൽകി. വനം വകുപ്പ് വിജിലൻസ് ആൻഡ് ഫോറസ്റ്റ് ഇൻ്റലിജൻസ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. ആദിവാസികൾക്കെതിരെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിവെക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. പാർട്ടി നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയ കൊടുങ്ങല്ലൂരിലെ CPI കൗൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല. അഡ്വക്കേറ്റ് VS ദിനൽ, കൗൺസിലർ രവീന്ദ്രൻ നടുമുറി എന്നിവരാണ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. രാജിക്കത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയെങ്കിലും നഗരസഭാ സെക്രട്ടറിക്ക് ഔദ്യോഗികമായി ഇവർ രാജി നൽകിയിട്ടില്ല. കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, കൗൺസിലർ രവീന്ദ്രൻ നടുമുറി എന്നിവരാണ് ഇന്ന് രാവിലെ 11 മണിക്ക് നടന്ന നഗരസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. CC വിപിൻ ചന്ദ്രൻ സെക്രട്ടറിയായിരുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടതിനെ തുടർന്നുള്ള പ്രതിഷേധ സൂചകമായാണ് ദിനലും രവീന്ദ്രനും നഗരസഭാ കൗൺസിലർ സ്ഥാനം ഉൾപ്പെടെ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചത്. രാജിക്കത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയെങ്കിലും നഗരസഭാ സെക്രട്ടറിക്ക് ഔദ്യോഗികമായി ഇവർ രാജി നൽകിയിട്ടില്ല. 2 കൗൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കാത്ത സാഹചര്യം നേരിയ ഭൂരിപക്ഷമുള്ള ഇടതുമുന്നണിക്ക് തലവേദനയായി മാറിയേക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
പദ്ധതി വിഹിതം പങ്കിടുന്നതിൽ ഭരണപക്ഷം ഇരട്ടത്താപ്പ് കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. എന്നാൽ പ്രതിപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത വ്യക്തമാക്കി. പദ്ധതി രേഖ പ്രകാരം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഭരണപക്ഷ വാർഡുകളിലേക്ക് 10 ലക്ഷം രൂപ വീതവും പ്രതിപക്ഷ വാർഡുകളിലേക്ക് 8 ലക്ഷം വീതവുമാണ് നീക്കിവെച്ചിട്ടുള്ളതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. തങ്ങൾക്ക് പദ്ധതി വിഹിതം കുറഞ്ഞതിനെ പ്രതിപക്ഷ നേതാവ് ടി.എസ്. സജീവൻ ചോദ്യം ചെയ്യുകയായിരുന്നു. തൊട്ടുപിറകെ കോൺഗ്രസ് അംഗം വി.എം. ജോണിയും പ്രതിഷേധവുമായി എഴുന്നേറ്റു. ഭരണപക്ഷ നിലപാടിനെതിരെ പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ചെയർപേഴ്സൺ ടി.കെ. ഗീത യോഗം അവസാനിപ്പിച്ചു. ഭരണപക്ഷ കൗൺസിലർമാർ ഹാൾ വിട്ടിറങ്ങിയെങ്കിലും പ്രതിപക്ഷത്തെ ബി.ജെ.പി. അംഗങ്ങൾ യോഗം തുടർന്നു. തങ്ങൾ അജണ്ടകൾ ചർച്ച ചെയ്ത് യോഗം പൂർത്തിയാക്കിയതായി പ്രതിപക്ഷം പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത വ്യക്തമാക്കി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഷെൽ ഇന്ത്യ ഫൗണ്ടേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹകരണത്തോടെ സ്മൈൽ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന കാർണിവൽ തൃശൂർ ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണലിൽ നടന്നു. ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ശാസ്ത്രീയ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയൊരുക്കുകയാണ് കാർണിവലിന്റെ ലക്ഷ്യം. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ. അൻസാർ കാർണിവലിൽ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജിമോൻ വിശിഷ്ടാതിഥിയായി. സെന്റ് തോമസ് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡൈസൺ പരങ്ങാടൻ, സംസ്ഥാന സർവശിക്ഷാ പ്രൊജക്ട് മാനേജർ ശശീന്ദ്രൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിലെ തിരഞ്ഞെടുത്ത 35 പ്രൊജക്റ്റുകളും ആശയങ്ങളും 130 വിദ്യാർത്ഥികൾ ചേർന്ന് പ്രദർശിപ്പിച്ചു. ഷെല്ലിൻ്റെ ആഗോള സ്റ്റെം വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് സ്മൈൽ ഫൗണ്ടേഷൻ തൃശൂർ ജില്ലയിലെ 53 സർക്കാർ സ്കൂളിലും യോഗ്യതയുള്ള 24 സ്വകാര്യ സ്കൂളുകളിലുമായി എക്സ്പ്ലോറേഴ്സ് ജൂനിയർ പ്രോഗ്രാം നടപ്പാക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നിർദ്ദേശിക്കുന്നത് പോലെ പ്രാദേശിക ആഗോള വെല്ലുവിളികൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവ അഭിമുഖീകരിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് പ്രോഗ്രാം കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ പദ്ധതി അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടി വിഭാവനം ചെയ്തിരിക്കുന്നതാണ്. തൃശൂർ ജില്ലയെ കൂടാതെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, നെല്ലൂർ ജില്ലകളിലും തെലങ്കാനയിലെ വാറങ്കൽ, ഖമ്മം ജില്ലകളിലും സ്മൈൽ ഫൗണ്ടേഷൻ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. ദേശീയപാത കൊടകര ഉളമ്പത്തുകുന്നിൽ വാഹനാപകടം. തൃശൂർ ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ദേശീയപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ വന്നിടിച്ച് നിന്നു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തൃശൂർ കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. ആഡംബര കാറുകളിൽ കടത്തുകയായിരുന്ന കോടികളുടെ ലഹരിമരുന്ന് പിടികൂടി. 3.75 കോടി രൂപ വരുന്ന 3 കിലോഗ്രാം ഹാഷിഷ് ഓയിലും 77 കിലോഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത്. 2 ലക്ഷം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ കുതിരാനിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. സംഭവത്തിൽ പുത്തൂർ സ്വദേശി അരുൺ, കോലഴി സ്വദേശി അഖിൽ എന്നിവർ പിടിയിലായി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും പീച്ചി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ സിന്തറ്റിക് ലഹരിമരുന്നായ MDMAയുമായി 2 പേരെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് പിടികൂടി. എടവിലങ്ങ് സ്വദേശികളായ പുന്നയ്ക്കാപ്പറമ്പിൽ ശിവകൃഷ്ണ, പറക്കാട്ട് വീട്ടിൽ അഭിനവ് എന്നിവരാണ് പിടിയിലായത്. വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതാണ് പിടികൂടിയ MDMA എന്നും പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് പിടികൂടിയത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സിന്ധു ജയൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിന്റെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു. മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന്
ഇതിനാൽ കൃതജ്ഞത ചെയ്യുന്നു. തുടർന്ന് അന്നമനട ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വിവിധ LDF കക്ഷി നേതാക്കൾ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒത്തുചേരുന്ന ഒരു പൊതു ഇടം സൃഷ്ടിക്കുക എന്നുള്ളത് ഈ പുതിയ കാലത്ത്, ഈ വർത്തമാന കാലത്ത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുതയാണ്. നമ്മൾ രാഷ്ട്രീയപരമായി, സംഘടനാപരമായി, കുടുംബപരമായി, ജാതിപരമായി, മതപരമായി എല്ലാം വ്യത്യസ്തമായ അറകളിൽ അടക്കപ്പെടുന്ന ആളുകളായിട്ട് നമ്മുടെ വർത്തമാനകാലം മാറുക. അവിടെയാണ് അതെല്ലാം മറന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിയുന്ന പൊതു ഇടങ്ങളാകുന്ന സംഘടനകളുടെ പ്രസക്തിയുണ്ട്. AC ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, KK ദേവസിക്കുട്ടി, TK സദാനന്ദൻ, ജോയ് മണ്ഡകത്ത്, CD രാജൻ, BV ജാനകി, KN രാമൻ, PS സേതുമാധവൻ, AK സെലീന എന്നിവർ സംസാരിച്ചു. പൂപ്പത്തി മടത്തുംപടി ഭഗവതി ക്ഷേത്രത്തിൽ മകം തൊഴൽ ഭക്തിസാന്ദ്രമായി. കിഴക്കിനിടത്ത് മേക്കാട്ട് മനക്കൽ നാരായൺ തിരുമേനി, ഗോതൻ തിരുമേനി, വരിക്കാട്ടുമഠം ശ്രീദേവി എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. നിരവധി ഭക്തർ മകം തൊഴൽ ചടങ്ങിലും പ്രസാദ ഊട്ടിലും പങ്കെടുത്തു. പഞ്ചായത്തുകൾക്കുള്ള വിഹിതം നൽകാതെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ തകർക്കുന്ന സർക്കാർ നിലപാടുകൾക്കെതിരെയും ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാത്ത നടപടിക്കെതിരെയും കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. മാണിയങ്കാവ് സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് KPCC എക്സിക്യൂട്ടീവ് മെമ്പർ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വർഷം തോറും 2 കോടി യുവജനങ്ങൾക്ക് പുതിയതായി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. നമ്മളെല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ നിക്ഷേപം തിരിച്ചു കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ വീതം നിക്ഷേപം നമുക്കൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചു തരും. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില 35 രൂപയാക്കി രാജ്യത്ത് നിലനിർത്തും. വിലക്കയറ്റം എന്നൊന്ന് രാജ്യത്ത് 10 വർഷത്തേക്ക് ഉണ്ടാകില്ല എന്നൊക്കെ വാഗ്ദാനങ്ങളുടെ പെരുമഴ നൽകിയിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങളെ അന്ന് നരേന്ദ്രമോദിയും BJPയും അഭിമുഖീകരിച്ചത്. VA നദീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആന്റണി പയ്യപ്പിള്ളി, TS ഷാജി, VS അരുൺ രാജ്, ജിജോ അരിക്കാടൻ, KP പ്രജീഷ്, TK ജോണി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ണമ്പുഴ ഭാഗത്തേക്കുള്ള റോഡ് തുറന്നുകൊടുത്തു. കലുങ്ക് നിർമ്മാണത്തിന്റെ ഭാഗമായി 2 മാസത്തിലധികമായി റോഡ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കണ്ണമ്പുഴ ക്ഷേത്രം, ഹൗസിംഗ് ബോർഡ് കോളനി, DYSP ഓഫീസ്, നിർമ്മല കോളേജ്, NSS സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡാണ് അടച്ചിട്ടിരുന്നത്. കോട്ടാറ്റ്, മൂഞ്ഞേലി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിലെത്താനുള്ള റോഡാണിത്. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ TD എലിസബത്ത് അധ്യക്ഷയായി. മധു തുപ്രത്, സക്കറിയാച്ചൻ, ചിറമേൽ, ഡോക്ടർ ജോൺസൺ പാണാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറവൂർ ശ്രീനാരായണ സേവിക ആശ്രമം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ഗാനരചയിതാവ് IS കുണ്ടൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. VSPM ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ PV സുരാജ് ബാബു അധ്യക്ഷനായി. മഠാധിപതി സ്വാമിനി ശാരദ പ്രിയ മാത അനുഗ്രഹ പ്രഭാഷണം നടത്തി. SNM ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS സുസ്മിത കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. ട്രസ്റ്റ് രക്ഷാധികാരി കൃഷ്ണമണി ശിവഗിരി മത്സര വിജയികളെ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സബിത ജയചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ പകിട്ടി, സ്കൂൾ മാനേജർ KS ശ്രീകുമാർ, മായാദേവി, M നാണുക്കുട്ടൻ, OB സോമൻ, KS വിദ്യാധരൻ, തമ്പി കല്ലുബ്രം, റെനിത സാജ്കുമാർ എന്നിവർ സംസാരിച്ചു. റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടി ടൗണിന്റെ ഉദ്ഘാടനം നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ഡോക്ടർ GN രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. ജോഷി ചാക്കോ മുഖ്യ അതിഥിയായിരുന്നു. ഡയറക്ടർ മോഹൻ വർഗീസ് മാഗസിൻ പ്രകാശനവും അസിസ്റ്റന്റ് ഗവർണർ ജോജു പതിയ പറമ്പിൽ മെമ്പർമാരുടെ സ്ഥാനാരോഹണവും നടത്തി. ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി PD ദിനേശ് ചുമതലയേറ്റു. യോഗത്തിൽ MS ദിലീപ്, ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ഡോക്ടർ CC ബാബു, ജീസൺ ചാക്കോ, മൻഹർ മൻസൂർ, ബിബിൻ വിജയൻ, സജിലേഷ് BB, ക്ലബ്ബ് സെക്രട്ടറി KK കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചാലക്കുടി അന്നനാട് വേലപ്പിള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച കുടുങ്ങാപ്പുഴ തേവരുടെ നടയിൽ വിളംബരവെടി മുഴക്കി മഹോത്സവത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് വേലുപ്പിള്ളി നടയിൽ സോപാന സംഗീതം അരങ്ങേറും. 7-ന് ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന സാംസ്കാരിക സന്ധ്യ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. തിങ്കൾ പുലർച്ചെ 3-ന് മുഴക്കുന്ന ആചാരവെടിയോടെ ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ തോമസ് തോംബ്ര, K രാമചന്ദ്രൻ നായർ, AB ഉണ്ണികൃഷ്ണൻ, AK നാരായൺ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ല വിദ്യാഭ്യാസ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപജില്ലയിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന 44 അധ്യാപകർക്കും അനധ്യാപകർക്കും യാത്രയയപ്പ് നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി TK ഗീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കയ്പമംഗലം MLA ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ നിന്നും സംസ്ഥാനതല മേഖലകളിൽ പങ്കെടുത്ത് ഗ്രേഡ് നേടിയ കുട്ടികളെ പ്രതിഭാ പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ CR ഗീത എന്നിവർ സംസാരിച്ചു. കുന്നുകര പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ പണി പൂർത്തിയായ 50 വീടുകളുടെ താക്കോൽദാനം നടന്നു. സർക്കാരിന്റെ 7.5 വർഷത്തെ ഭരണകാലയളവിൽ ഇതുവരെ 75,631 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വരുന്ന മാർച്ച് മാസം കഴിയുന്നതോടെ ലൈഫ് പദ്ധതിയിലെ വീടുകളുടെ എണ്ണം 5 ലക്ഷം കവിയും. 17,180 കോടി രൂപയാണ് കേരളം ലൈഫ് പദ്ധതിയിൽ ചിലവഴിച്ചത്. ഇതിൽ കേന്ദ്ര വിഹിതം 14% മാത്രമാണ്. ബാക്കി വരുന്ന 86% സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നാണ് എടുത്തതെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു. ഹൈബി ഈഡൻ MP, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TB പ്രതീഷ്, ഡോക്ടർ ജോർജ് സ്ലീവ, പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു, വൈസ് പ്രസിഡന്റ് MA അബ്ദുൾ ജബ്ബാർ, ഏണസ്റ്റ് തോമസ്, CM വർഗീസ്, സിജി വർഗീസ്, PD ജെയ്സൺ, ഷിബി പുതുശ്ശേരി, കവിത V ബാബു, സുധാ വിജയൻ, AB മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാഞ്ചിറ ആണികുളങ്ങര ദുർഗാക്ഷേത്രത്തിലെ മകം തൊഴൽ മഹോത്സവം ഭക്തിസാന്ദ്രമായി. പള്ളിവേട്ട, പള്ളിക്കുറുപ്പ്, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, കാരൂർ ചിറയിൽ ആറാട്ട്, മകം തൊഴൽ, കാഴ്ചശീബേലി, തായമ്പക, ഗാനമേള, വിളക്കെഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവയുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ, മേൽശാന്തി രാജേഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മേളത്തിന് കൊടകര ഉണ്ണിയും തായമ്പകയ്ക്ക് അരുൺ പാലാഴിയും നേതൃത്വം നൽകി. ക്ഷേമകേരളം സംരക്ഷിക്കാൻ എന്ന മുദ്രാവാക്യവുമായി KSKTUവിന്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു. KSKTU കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പാവങ്ങളുടെ പടയണി KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VK മുകുന്ദൻ, K ജയശങ്കർ, CM ബബീഷ്, ശ്യാംഭവി രാജൻ, അമ്പിളി സോമൻ, PG വാസുദേവൻ നായർ, KD അപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അന്നമനടയിൽ LDF അംഗം സിന്ധു ജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. UDFിലെ ടെസി ടൈറ്റസിനെതിരെ 8-നെതിരെ 10 വോട്ടുകൾക്കാണ് സിന്ധു ജയന്റെ വിജയം. താൽക്കാലിക ഷെഡിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനിടെ വീരാൻകുടി ഊരുമൂപ്പന് മർദ്ദനമേറ്റതായി പരാതി. മൂപ്പനെ വനപാലകർ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ ഇടപെട്ട് വനം മന്ത്രി റിപ്പോർട്ട് തേടി. പാർട്ടി നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയ കൊടുങ്ങല്ലൂരിലെ CPI കൗൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല. അഡ്വക്കേറ്റ് VS ദിനൽ, കൗൺസിലർ രവീന്ദ്രൻ നടുമുറി എന്നിവർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.